റോയ്ചായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ പുറത്താക്കിയെന്ന് മേനി പറഞ്ഞ കോൺഗ്രസ് ഇപ്പൊ അതിന്റെ പേരിൽ തമ്മിലടിക്കുകയാണ്. ഇവരെന്ത് സന്ദേശമായി കേരളത്തിലെ നാട്ടുകാർക്ക് നൽകുന്നത്? ഈ തമ്മിലടി എന്ന് പറയുന്നത് ഈ കോൺഗ്രസിൻ്റെ ഒരു കൂടപ്പുറപ്പാണ്. അത് ഈ ഈ പുതിയ കാലത്തല്ല, എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയായിരുന്നു. അവർക്കെപ്പോഴും ആരെങ്കിലും ഒരാൾ, ഒരു ശത്രു പക്ഷത്ത് ഒരാളെ നിർത്തി, ഒരു നേതാവിനെ നിർത്തി അവനെതിരെ ആഞ്ഞടിക്കുക എന്ന് പറയുന്നതാണ് പാർട്ടിയുടെ ഒരു പൊതുനയം. അത് കേരളത്തിലായാലും ദേശീയ തലത്തിലായാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അതിൻ്റെ ഒരു DNA എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തൊരു പുതുമയൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ വേട്ടമൃഗം എന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്. വി.ഡി. സതീശനെ എതിരെ പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള സൈബർ ആക്രമണവും ഒക്കെ നടക്കുകയാണ്. അപ്പോൾ ഈ സൈബർ ആക്രമണം എന്തുകൊണ്ടാണ് സതീശനെ ആക്രമിക്കുന്നത്? സതീശൻ വളർത്തിക്കൊണ്ടുവന്ന, സതീശൻ്റെ ഒപ്പം തന്നെ നിന്ന ഒരാൾക്കെതിരെ സതീശൻ നടപടിയെടുത്തു. അതിനകത്ത് ആർക്കാണ് പ്രതിഷേധം? സതീശൻ്റെ ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംരക്ഷകരെന്ന് നടിക്കുന്നവരാണ് ഇപ്പോൾ ഈ സതീശനെതിരെ ഇതിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ പാർട്ടിക്കകത്ത് അച്ചടക്കം ഉണ്ടെങ്കിൽ എന്താണ് ഈ പാർട്ടി ചെയ്യേണ്ടത്? പാർട്ടി കൂട്ടായി എടുത്തൊരു തീരുമാനം ഇല്ലേ, അത് KPCCയുടെ ഉന്നത നേതാക്കളെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തും ഒരുമിച്ചിരുന്നും ഒക്കെ എടുത്ത തീരുമാനമാണ്. കാരണം ഇതൊരു നിർണായകമായ തീരുമാനം. പാർട്ടിയുടെ വളർത്തിക്കൊണ്ടുവന്ന ഒരു MLA, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇത്തരത്തിലുള്ള നാണം കെട്ട ആരോപണങ്ങളിൽ പെട്ടു നിൽക്കുമ്പോൾ പാർട്ടിക്ക് എന്താണ് ചെയ്യേണ്ടത്? CPM പോലൊരു കേഡർ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട്, CPM ചെയ്യുന്ന പണികളൊന്നും ഇവിടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുമാണ് ഇവരല്ലാതെ രാഹുലിനോടുള്ള ദേഷ്യം കൊണ്ടൊന്നും പുറത്താക്കിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിലനിൽപ്പിന് വേണ്ടി രണ്ട് തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കേണ്ട ഒരു ഗതികേട് വരുന്നതുകൊണ്ട് CPM-ഉം BJP-യും തമ്മിൽ സംയുക്തമായിട്ട് ആക്രമണം അഴിച്ചുവിടുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നുകൊണ്ട് മാത്രമാണ് രാഹുലിനെതിരെ ഇങ്ങനെയെങ്കിലും ഒരു കോസ്മെറ്റിക് സർജറി എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിലും ഒരു സർജറി നടത്തി തടി രക്ഷിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ എന്നിട്ട് ഇതൊരു കൂട്ടായ തീരുമാനം എടുത്തതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവിനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആക്രമിക്കുന്നത്. ആ മുഖമില്ലാത്തതും മുഖമുള്ളതുമായ സൈബർ ഐഡികളിൽ നിന്നാണ് ഈ ആക്രമണം നടക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമുള്ള നേതൃത്വം ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് പാർട്ടി എടുത്ത തീരുമാനമാണ്, ഇതിനെതിരെ സംസാരിക്കുന്നവർ ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഒരു നടപടി എടുക്കാൻ, ഒരു നിലപാട് സ്വീകരിക്കാൻ എന്തുകൊണ്ടാണ് KPCCയുടെ ഈ പ്രസിഡൻറ്റിനും 3 വർക്കിംഗ് പ്രസിഡന്റുമാർക്കും ബാക്കി ഭാരവാഹികൾക്കും എന്താണ് കഴിയാത്തത്? അതാണ് നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം. നിങ്ങളുടെ പാർട്ടിയിൽ അച്ചടക്കമൊന്നും ഇല്ലേ? ഇങ്ങനെ തോന്നിവാസമാണോ? വാളെടുക്കുന്നതല്ല വെളിച്ചപ്പാടാണോ എന്ന ചോദ്യം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. അവർ മിണ്ടാതിരിക്കുകയാണ്. കാരണം ഈ പാർട്ടിയുടെ സംസ്കാരം അത് തന്നെയാണ്. അവർ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണല്ലോ സതീശനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് അതിന്റെ പദവിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് വന്നിട്ട് നിങ്ങൾ എന്തിനാണ് എന്നെ ആക്രമിക്കുന്നത്, പാർട്ടി കൂട്ടായി എടുത്ത തീരുമാനമല്ലേ എന്ന് വരുന്ന ഗതികേട്. ഞാനതാ പറഞ്ഞു, ഈ പാർട്ടിയുടെ എല്ലാ കാലത്തെയും നിലപാടുകൾ ഇങ്ങനെ തന്നെ. ഇപ്പോൾ സമീപകാലത്തല്ലേ ഈ വെള്ളാപ്പള്ളി നടേശൻ സതീശനെ വായി പിടിച്ച ചിത്തറിയെല്ലാം വിളിച്ചിട്ട് പോയി. എന്നിട്ട് ആരാണ് അതിനെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്ന്? ഇല്ലേ, ഞങ്ങളുടെ പാർട്ടിയുടെ കാര്യം നിങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക എന്ന് പറയേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് പറയാഞ്ഞത്? പിണറായി വിജയൻ എത്രയോ പ്രാവശ്യം വെള്ളാപ്പള്ളി നടേശനെ അറ്റാക്ക് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, ഇല്ലേ? മിണ്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അപ്പോൾ തന്നെ സംഘടിതമായാണ് അവരെ പാർട്ടി അവരുടെ നേതാവിനെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ ഇവിടെ അതല്ല. ഇവിടെ എന്താണ്, ഇവരെല്ലാം തിരിവെച്ച് കൊടുക്കുകയാണ്. ഒരാളെ എപ്പോഴും, അതായത് ആരാണോ സേനാനായകനായിട്ട് വരുന്നത് ആ സേനാനായകൻ്റെ കാല് വെട്ടുക, കഴുത്ത് വെട്ടുക എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ ഒരു പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ചെറുപ്പക്കാരെല്ലാം ഈ തരത്തിൽ ആക്രമിക്കാൻ തയ്യാറാകുന്നത്. ഇതിപ്പോൾ X or Y ഈ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ രമേശിനെതിരെയായിരുന്നു ഇവരുടെ എല്ലാവരുടെയും വേട്ടമൃഗം. അപ്പം അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങൾ എന്താണ് അവിടെയാണ് ഇപ്പോൾ സുധാകരനെ മാറ്റി നേതൃത്വത്തിലേക്ക് വന്ന ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് റോൾ എന്താണ്? അദ്ദേഹം വന്നാണ് ഈ പാർട്ടിയുടെ തീരുമാനം പറഞ്ഞത്. അപ്പോൾ എന്താണ് അതിനെതിരെ വരുന്ന ശബ്ദങ്ങളെ നിശബ്ദരാക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം മിണ്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ ചുമതലയേറ്റ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും കംപ്ലീറ്റ് സൈലൻസ് ആണ്. ആരും ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു നേതൃത്വം എടുത്തൊരു തീരുമാനത്തിന് എതിരായിട്ട് കുറേ പേര് സംഘടിതമായി വന്ന് ആക്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ തടയിടാനുള്ള ബാധ്യത ആർക്കാണ്? KPCC പ്രസിഡന്റാണ്. അദ്ദേഹം അത് ചെയ്യുന്നില്ല. അദ്ദേഹം നിരുത്തരവാദപരമായി പെരുമാറുകയാണ്. അദ്ദേഹം കംപ്ലീറ്റ് സൈലൻസിലാണ്. ആ നിശബ്ദത എന്തിനാണെന്നുള്ളതാണ് സാധാരണക്കാരായ കോൺഗ്രസ്സുകാരും ബാക്കിയുള്ളവർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടി അദ്ദേഹമാണ് പറയേണ്ടത്. അദ്ദേഹം ഇതുവരെ മിണ്ടിയിട്ടില്ല. അപ്പം ഒന്നുകിൽ ഇത് അനുവദിച്ചു ആണെങ്കിൽ അയാൾ 4 കല്ലേറ് കിട്ടുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്നുള്ള മനോഭാവമായിരിക്കാം. അതുകൊണ്ടാണ് സതീശന് തന്നെ സ്വയം രക്ഷാകവചം സതീശൻ തന്നെ ഏറ്റെടുക്കേണ്ടി വന്നത്. എന്നെ എന്തിനാണ് ആക്രമിക്കുന്നത് ചോദ്യം. ആ ചോദ്യത്തിനകത്ത് ഒരുപാട് മീനിങ് ഉണ്ട്. അതായത് സംഘടിതമായി എടുത്തൊരു തീരുമാനം എന്നെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ പലരുടെയും താല്പര്യമാണ്, ഇല്ലേ? ആരും ഡിഫെൻഡ് ചെയ്യാൻ വരുന്നിട്ടില്ല. ആകെപ്പാടെ ഇതിനെക്കുറിച്ച് സതീശനെ പിന്തുണച്ചുകൊണ്ട് 2 പേരാണ്. ഒന്ന് K. മുരളീധരനും ഒന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും മാത്രമാണ്
സതീശനെ പിന്തുണച്ചുകൊണ്ട് റോജിയം ജോൺ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോയിട്ടു. അപ്പോൾ ഇതിങ്ങനെ മാത്രം നിൽക്കേണ്ടതാണ്. പാർട്ടി എടുത്ത തീരുമാനമാണെങ്കിൽ ഞങ്ങൾ എടുത്ത തീരുമാനമാണെന്ന് പറയണം. ഇല്ല, ഈ വർക്കിംഗ് പ്രസിഡന്റുമാർ ആരും മിണ്ടുന്നില്ല, KPC പ്രസിഡന്റ് മിണ്ടുന്നില്ല, MP മാർ മിണ്ടുന്നില്ല, MLA മാർ മിണ്ടുന്നില്ല, ആരും മിണ്ടുന്നില്ല. അപ്പോൾ ആർക്കാണ് ഇതിന് ഉത്തരവാദിത്വം? അപ്പോൾ ഒരാളെ തന്നെ കല്ലെറിയാൻ ഇട്ട് കൊടുത്തിട്ട് മാറി ഇന്ന് പല്ലിടിക്കുകയാണോ? അതല്ലല്ലോ ചെയ്യേണ്ടത്. നിങ്ങളുടെ പാർട്ടി എടുത്ത തീരുമാനമാണെങ്കിൽ നിങ്ങൾ അതിനോടൊപ്പം നിൽക്കണം. ഇല്ലേ? അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത് അണികളുടെ അടുത്ത് വിശദീകരിച്ചോ? നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളിൽ നിങ്ങൾ ഇത്തരം ഒരു വിശദീകരണ കുറിപ്പെങ്കിലും കൊടുക്കാൻ തയ്യാറായോ? എന്തുകൊണ്ടാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന MLA ഈ നടപടി എടുക്കാനുണ്ടായ സാഹചര്യം എന്താണ്? ഒന്ന് വിശദീകരിക്കണ്ടേ? പാർട്ടി അണികളോട് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങളുടെ സൈബർ ടീമിനോട് പറഞ്ഞു കൊടുക്കണ്ടേ? ഡിജിറ്റൽ മീഡിയ സെല്ലിനോട് നിങ്ങൾ പറയണ്ടേ നമ്മുടെ പാർട്ടി ഇങ്ങനൊരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തണ്ടേ? നോക്കിക്കേ, ഇത്തരത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തത് AICCയുടെ കൺസെൻറ്റോടുകൂടിയാണെന്നൊക്കെയാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. ആണെങ്കിൽ തന്നെ നിങ്ങളുടെ അണികളെ എടുത്ത് അവരെ ഇത് ബോധ്യപ്പെടുത്തണ്ടേ? ആ ബോധ്യപ്പെടുത്തൽ നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനൊന്നും നടന്നിട്ടില്ല. എന്നിട്ട് ബാക്കി മാറിയിരുന്ന എല്ലാവരും കൈ കഴുകി മാറി നിൽക്കുകയാണ്. നിങ്ങളുടെ പാർട്ടി വളരെ മഹത്തായ തീരുമാനം എടുത്തു എന്ന് നിങ്ങൾ തന്നെ കൊട്ടിഘോഷിക്കുന്നു. ഈ കൊട്ടിഘോഷിക്കൽ നടക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ഈ തീരുമാനത്തിൻ്റെ ഭാഗമായി നിന്ന് ഒരാളെ ആക്രമിക്കുന്നു. അത് പ്രതിപക്ഷ നേതാവായിപ്പോയി. അതാണോ നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? KPCCയുടെ നേതൃത്വം ചെയ്യേണ്ട ജോലി എന്താണ്? ഈ പാർട്ടിയുടെ തീരുമാനം എടുത്തതിൻ്റെ ഒരു സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളോട് പറയേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി അണികളോട് ജനങ്ങളോട് പറയേണ്ടത്, നിങ്ങളുടെ പാർട്ടി അണികളോട് നിങ്ങൾ വിശദീകരിക്കണ്ടേ? അത് നടന്നിട്ടില്ല. അപ്പോൾ എന്തിനാണ് ഒരാളെ മാത്രമായിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്താൻ നിങ്ങൾ അവസരം ഉണ്ടാക്കുന്നത്? അതാണ് പറഞ്ഞത്, ഒരു നട്ടലുള്ള ഒരു KPC പ്രസിഡന്റ് ആണെങ്കിൽ അന്ന് ഇത് സ്വിച്ച് ഇട്ട പോലെ നിൽക്കേണ്ടതാണ്. ഇല്ലേ? പാർട്ടിയുടെ തീരുമാനത്തിനെതിരായിട്ട് വർത്തമാനം പറയുന്നവരാരായാലും, ഏത് ഡിജിറ്റൽ മീഡിയ ആയാലും എന്തായാലും സൈബർ ആയാലും പുറത്താക്കും എന്നൊരു വർത്തമാനം പറഞ്ഞാൽ ഇതപ്പം നിൽക്കും. ഇല്ലേ? നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടതാണ്. CPM അവരുടെ സൈബർ സെല്ലിനകത്ത് പോരാളി ഷാജി മറ്റേ ഷാജി എന്നൊക്കെ പറഞ്ഞ് എഴുതിയ തോന്നിവാസം മുഴുവൻ അവർ അവിടെ സ്വിച്ച് ഇട്ട പോലെ നിർത്തുകയും ആ സെല്ലുകളെല്ലാം അവർ ഡിസോൺ ചെയ്യുകയും ചെയ്തു. പാർട്ടി അതാണ് ചെയ്യേണ്ടത്. ഇല്ലേ? ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ KPCCയുടെ പ്രസിഡന്റ് പറയേണ്ടതാണ്, ഇവന്മാരൊന്നും ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമല്ല എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കണ്ടുപിടിച്ചിട്ട് പറയേണ്ടതാണ്, ഇവരൊന്നും ഞങ്ങളുടെ പാർട്ടിയുമായിട്ടൊരു ബന്ധമല്ല, ഇവന്മാർ പറയുന്നത് പാർട്ടിയുടെ തീരുമാനമല്ല, ഇങ്ങനെ ആരാണെന്ന് നമുക്കറിയില്ല. അത് പറയുന്നില്ല. അപ്പോൾ എന്നിട്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് പാർട്ടി അച്ചടക്കത്തെക്കുറിച്ചാണ് പറയുന്നത്? ഞാനതാണ് ചോദിക്കുന്നത്. നിങ്ങൾ ഈ KPCC ഭാരവാഹിത്വത്തിലേക്ക് വരുന്നവരാരായാലും X or Y, ഇപ്പോൾ എന്തിനാണ് സുധാകരനെ മാറ്റിയിട്ട് കൊണ്ടുവന്ന സണ്ണി ജോസഫിൻ്റെ റോൾ എന്താണ്? KPCC പ്രസിഡന്റ് റോൾ ഏറ്റെടുത്ത് നടത്തേണ്ടതല്ലേ? ഈ പാർട്ടിയുടെ മുഴുവൻ ചുമതലയുമുള്ള ഈ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആ സ്ഥാനത്ത് വരുന്ന ആരായാലും. അപ്പോൾ അങ്ങനെ ഒരാൾ, അയാളിൽ നിന്ന് ജനങ്ങളും കോൺഗ്രസ്സുകാരും പ്രതീക്ഷിക്കുന്ന ചില പ്രതീക്ഷകളുണ്ട്. ഇല്ലേ? പാർട്ടിയിൽ കൃത്യമായ അച്ചടക്കം, പാർട്ടിയുടെ നിലപാടുകൾ വിശദീകരിക്കുക, പാർട്ടിയുടെ എന്ത് പ്രതിസന്ധി വരുമ്പോഴും അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അത് ഏറ്റെടുക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. അതൊന്നും ചെയ്യാതെ കയ്യും കെട്ടി മാറി നിൽക്കുകയാണ്. അല്ല, സണ്ണി ജോസഫ് വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ സുധാകരന്റെ അനാരോഗ്യം സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത്. സണ്ണി ജോസഫ് വന്നിട്ട് ഇവിടെ ഒന്നും ഒരു മാറ്റവും വന്നില്ല. ആകെ KPCCയിൽ കുറച്ച് വൈസ് പ്രസിഡന്റുമാരെ 3 പേരെ നിയമിച്ചു എന്നുള്ളതല്ലാതെ ഒരു പുനഃസംഘടന നടന്നിട്ടില്ല. ഇപ്പൊ വന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഒരു നടപടി എടുത്തിട്ട് അതിന്റെ പേരിൽ നടക്കുന്ന ഒരു ആക്രമണത്തെ ചെറുക്കാൻ പറ്റുന്നില്ല. അപ്പൊ മൊത്തത്തിൽ കോൺഗ്രസിന് തന്നെ ഒരു ബാധ്യതയായി മാറിയില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് ഒരു നിഷ്ക്രിയ അവസ്ഥ എന്ന് പറയുമല്ലോ. ഒന്നും ചെയ്യുന്നില്ല. എന്തെങ്കിലും ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നമ്മുടെ ആഫ്രിക്കൻ പായൽ പരന്ന് കിടക്കുന്ന കായൽ പോലെ ആയിപ്പോവും. ഇല്ലേ? ഒരു ആക്ടിവിറ്റീസും ഇല്ല. നിങ്ങൾ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ചെയ്യേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. അത് നിങ്ങൾ ചെയ്താൽ മതി. പുനഃസംഘടന കഴിഞ്ഞ 5-10 കൊല്ലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. പുനഃസംഘടന എവിടെ പുനഃസംഘടന നടത്തി? ഈ പാർട്ടിയെ ചലനാത്മകമാക്കാനുള്ള ഉത്തരവാദിത്വം ആരുടെയാണ്? നാട്ടുകാരുടെയാണോ? CPM-കാരുടെയാണോ? BJP-കാരുടെയാണോ? നിങ്ങളുടെ പാർട്ടിയുടെ അതിൻ്റെ ചലനാത്മകമായി ആ പാർട്ടിയെ കൊണ്ടു നടക്കുക എന്നുള്ളത് ഈ പാർട്ടിയുടെ ബാധ്യതയാണ്. ആരെയും വെച്ചിട്ടില്ല. ഈ പുതിയതായിട്ട് ആൾക്കാരെ, പുതിയ ബ്ലഡുകളെ കൊണ്ടുവന്ന്, പുതിയ രക്തത്തെ കൊണ്ടുവന്ന് പാർട്ടിയെ ചലിപ്പിക്കുക എന്നുള്ള ജോലി ചെയ്യുന്നുണ്ട്. അതൊന്നും ചെയ്യുന്നില്ല. പുനഃസംഘടനയുടെ പേപ്പർ എഴുതി കൈ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇല്ലേ? പുനഃസംഘടന എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ വാർത്ത വരുന്നു എന്നല്ലാതെ വേറെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നടക്കാത്തതെന്നുള്ള ഒരു ബാധ്യത KPC പ്രസിഡന്റ് ഇല്ലേ? KPC പ്രസിഡന്റ് വന്നത്തെ ആദ്യത്തെ 2 ആഴ്ചത്തെ ചർച്ച ചെയ്തായിരുന്നു പുനഃസംഘടന. കുറേ പേരുടെ പേരെഴുതുക, അത് തെക്കോട്ട് കൊണ്ടുപോവുക, വടക്കോട്ട് കൊണ്ടുപോവുക, ഇതൊക്കെ പറഞ്ഞ് നടക്കുന്നൊന്നല്ല, ഒന്നും നടക്കുന്നില്ലല്ലോ. നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഈ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. 3 വർഷത്തേക്ക് 5 വർഷത്തേക്ക് ഭാരവാഹികൾ വരുന്നു, അവരെ റീപ്ലേസ് ചെയ്യുന്നു, പുതിയ ആൾക്കാർ വരുന്നു. ഇതെല്ലാ പാർട്ടികളിലും കൃത്യമായി നടന്നു പോകുന്നതാണ്. ഒന്നുകിൽ പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പുകൾ, അങ്ങനെ ഒരു കാര്യമേ ഇവർക്ക് ആലോചിക്കാൻ പറ്റില്ല. അവർക്ക് ആർക്കും അതിനകത്ത് താല്പര്യം. കാരണം അന്നേരം ശിങ്കിടികളെ വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ശിങ്കിടികളെ വെക്കുന്നതിന് വേണ്ടിയാണ് ഈ പുനഃസംഘടന എന്ന് പറയുന്ന ഏർപ്പാട് നടത്തുന്നത്. അതുപോലും കൃത്യമായി നടക്കുന്നില്ല.
അപ്പോൾ അതാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഓരോ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ നിങ്ങൾ പുറത്തായി പോകുന്നതിന് കാരണം വേറെ ആരുമല്ല CPM-ൻ്റെ മെച്ചപ്പെട്ട ഭരണം കൊണ്ടോ BJP-യുടെ പാലും തേനും ഒഴുക്കുന്ന ഭരണം കൊണ്ടോ അല്ലല്ലോ. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നിങ്ങൾ പുറത്താകുന്നത് ഇല്ലേ? 2 തവണയായി. ഇനി അടുത്ത 5 വർഷം കൂടെ വീണ്ടും പുറത്തിരിക്കുകയാണെങ്കിൽ ഈ പാർട്ടി വട്ടപൂജ്യം അതിലേക്ക് പോകും. അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അതിനകത്ത് ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇന്ന് സതീശനാണെങ്കിൽ നാളെ വേറൊരാൾ വരുവാണെങ്കിൽ അവൻ്റെ നെഞ്ചത്ത് ഇതേപോലെ തന്നെ കയറും. അതത്രേ ഉള്ളൂ. അവർക്ക് അവരോട് തന്നെയാണ് യുദ്ധം ചെയ്യുന്നത്. അവരവരുടെ പാർട്ടി ഓഫീസിലാണ് അവർ കല്ലെടുത്തെറിയുന്നത്. അവരുടെ പാർട്ടി നേതാക്കളുടെ മുണ്ടാണ് അവർ പറിച്ചുകൊണ്ട് പോകുന്നത്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊരു വ്യത്യാസവും ഇല്ല.